So in this we will be talking about rich peasants, poor peasants, rich industrialists, poor workers, and then women. So their role in the civil disobedience movement, one by one we will see. Let us first talk about the rich peasants. അപ്പോൾ ഈ റിച്ച് പെസൻസ് ആരായ ലാൻഡ് ലോഡ്സ് അവരൊക്കെ നൗ ദിസ് യു ഹാവ് ടു റിലേറ്റ് വിത്ത് ദ എക്കണോമിക് ഡിപ്രഷൻ ദാറ്റ് വി ടോക്ഡ് അബൌട്ട്. വി സ്റ്റഡീഡ് നോ എക്കണോമിക് ഡിപ്രഷൻ വന്ന് പൊളിറ്റിക്കൽ ഫാക്ടർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സീ നൗ. അപ്പോൾ ഈ റിച്ച് പെസൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? ഈ പാട്ടീദാർസ് ഓഫ് ഗുജറാത്ത് ഉണ്ട്, ജട്ട്സ് ഓഫ് ഉത്തർപ്രദേശ്, അവരൊക്കെ റിച്ചാണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് ഹാർവെസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടും അവർ എല്ലായിടത്തും മാർക്കറ്റിംഗ് ചെയ്തിട്ടും ദേ ആർ റിച്ച് ഇൻ ദെയർ ഫീൽഡ്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ട്രേഡ് ഡിപ്രഷൻ, അപ്പോൾ ഈ ട്രേഡ് ഡിപ്രഷൻ വന്നതുകൊണ്ടാണ് ദേ സപ്പോർട്ടഡ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. Okay, because of trade depression and falling prices, the rich peasants could not pay the government's revenue. അപ്പോൾ ഇത്ര ട്രേഡ് ഡിപ്രഷൻ ആയപ്പോൾ മെല്ലെ 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 അവരുടെ റിസോഴ്സസ് ഒക്കെ തീരാൻ തുടങ്ങി, ആൻഡ് ദേ കുഡ് നോട്ട് പേ ദ ഗവൺമെൻറ്റ്സ് റെവന്യൂ. ആസ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് റെഡ്യൂസ് ദ റെവന്യൂ, ദേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത് വന്നതുകൊണ്ടാണ്, ഈ ഡിപ്രഷൻ വന്നതുകൊണ്ടാണ് ഇവരെല്ലാവരും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ് we are saying that this economic depression was a factor in shaping your political system in India. അപ്പോൾ ആസ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് റെഡ്യൂസ് ദ റെവന്യൂ, അപ്പോൾ ഇവർ എന്താക്കി? ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൽ. ഈ റിച്ച് പെസൻസ് ദേ വർ ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് വെൻ ദ മൂവ്മെൻറ്റ് വാസ് കോൾഡ് ഓഫ് ഇൻ 1931. പക്ഷേ ഈ 1931 ഗാന്ധിജി മൂവ്മെൻറ്റിനെ കോൾ ഓഫ് ചെയ്ത് അത്രയും വയലൻസ് ഒക്കെ നടന്നപ്പം അപ്പോൾ ഇവർ ഷോക്കായിപ്പോയി. ഇതെന്താ ഇപ്പോൾ തന്നെ കോൾ ഓഫ് ചെയ്യുന്നത്? നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയില്ലല്ലോ, റവന്യൂ ഒന്നും കുറഞ്ഞ് കിട്ടിയിട്ടില്ലല്ലോ, ഇപ്പോൾ തന്നെ ഇങ്ങനെ കോൾ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അവർ ശരിക്കും കണ്ടത്, സിവിൽ ഡിസോബീഡിയൻസിലൂടെ കണ്ടത് ഫ്രീഡം ഓഫ് ദെയർ ബിസിനസ്, അതായിരുന്നു അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് സപ്പോർട്ടും ചെയ്തത്. പക്ഷേ വെൻ ഗാന്ധിജി കോൾഡ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ദേ വർ സർപ്രൈസ്ഡ് ബിക്കോസ് അവർ എന്ത് ഇൻറ്റൻഷനാണ് വെച്ചത് അത് ഇവിടെ നടപ്പിലായിട്ടില്ല. സോ ദേ ഡിഡ് നോട്ട് സപ്പോർട്ട് ദ മൂവ്മെൻറ്റ് വെൻ ഇറ്റ് വാസ് റീസ്റ്റാർട്ടഡ് ഇൻ 1932. അപ്പോൾ 1932 അഗെയിൻ വെൻ ഗാന്ധിജി സ്റ്റാർട്ടഡ്, ഹി ഡിഡ് നോട്ട് ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് ദീസ് പെസൻസ്, റിച്ച് പെസൻസ് ആൻഡ് ലാൻഡ് ലോഡ്സ് ആൻഡ് ഓൾ. നെക്സ്റ്റ് വി സീ പുവർ പെസൻസ്. ഈ പുവർ പേഴ്സൺസിൻ്റെ അവസ്ഥ എന്താണ്? ഇവർ ഈ റിച്ച് പെസൻസിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ്? റിച്ച് പെസൻസിന് ടാക്സസ് കൊടുക്കണം. റിച്ച് പെസൻസിൻ്റെ ഫീൽഡ്സിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെൻറ്റൊക്കെ ഇവർക്ക് കൊടുക്കണം. ഇപ്പോൾ ഈ ഡിപ്രഷൻ വന്നതോടെ ഇവരും ആ ഫേസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ്, ഇൻകം ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ റെൻറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, ഈ ലാൻഡ് ലോഡ്സിലേക്ക് റെൻറ്റ്സ് ഒന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്താണ് ഒരു ക്യാമ്പയിൻ തുടങ്ങാണ്, നോ റെൻറ്റ് ക്യാമ്പയിൻ. ഇതുവരെയുള്ള റെൻറ്റ് നിങ്ങൾ മാഫാക്കിക്കാളി, ഇതുവരെ നമ്മൾ കൊടുക്കാത്ത റെൻറ്റ് മാഫാക്കാൻ പറയാണ്, റെമിറ്റ് ചെയ്യാൻ പറയാണ്, ടു ക്യാൻസൽ ദ അൺപെയ്ഡ് റെൻറ്റ്സ്. ദേ വാണ്ടഡ് ദ ലാൻഡ് ലോഡ്സ് ടു ക്യാൻസൽ, റെമിറ്റ് ദ അൺപെയ്ഡ് റെൻറ്റ്സ്. അപ്പോൾ ഇവരുടെ കേസ് വന്ന് കോൺഗ്രസ് അവരുടെ അണ്ടറിൽ എടുത്തിട്ടില്ല. ബിക്കോസ് ഇവരുടെ കേസ് വന്ന് ഈ ലാൻഡ് ലോഡ്സിൻ്റെ എതിരിലായിരുന്നു. ഈ ലാൻഡ് ലോഡ്സ് ഓൾറെഡി കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ കേസ് കൊണ്ടുവന്നാൽ കോൺഗ്രസ് പേടിച്ചു, ഈ ലാൻഡ് ലോഡ്സ് നമ്മളെതിരായി പോവോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാതായി പോവോ, ആ പേടി ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. അപ്പോൾ കോൺഗ്രസ് മെല്ലെ ഒഴിഞ്ഞു മാറിയതാണ്, ഇവരുടെ കേസ് എടുക്കാതെ ഒഴിഞ്ഞു മാറിയതാണ് കോൺഗ്രസ്. സോ ഇറ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ദീസ് ക്യാമ്പയിൻസ്. അപ്പോൾ എന്തായി? പുവർ പെസൻസ് അത്രയും സിവിൽ ഡിസോബീഡിയൻസിൽ അവർ പാർട്ടിസിപ്പേഷൻ കാണിച്ചിട്ടില്ല, ബിക്കോസ് കോൺഗ്രസ് നെവർ സപ്പോർട്ടഡ് ദം. സോ ദേ ഡിഡ് നോട്ട് ഷോ മച്ച് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റിനെ പറ്റിയിട്ട്. ഇൻഡസ്ട്രിയലിസ്റ്റ് ആരായിരുന്നു? ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അവർ ശരിക്കും ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ട്രേഡ് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, പിന്നെ എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, പിന്നെ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ 1920 ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു അസോസിയേഷനൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ കോൺഗ്രസ് 1920 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫെഡറേഷൻ ഓഫ് ദ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് 1927 ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ലീഡറായിട്ട് നിന്നത് പുരുഷോത്തം ദാസ്, ഠാക്കൂർ ദാസ് ആൻഡ് GD ബിർള.
അപ്പോൾ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തായിരുന്നു? ഈ ബ്രിട്ടീഷേഴ്സ് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അവർക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബ്രിട്ടീഷ് ട്രേഡിന് അവർക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ മുന്നിൽ. ആൻഡ് ഓൾസോ ബ്രിട്ടീഷേഴ്സ് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ഇനിയും നല്ലോണം ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവർ അങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സിനെ എതിർക്കാൻ തുടങ്ങിയത്. They wanted to expand their business, so they were against the colonial control over the Indian economy. അപ്പോൾ ഇന്ത്യൻ എക്കോണമീൻ്റെ മേലെ ബ്രിട്ടീഷ് കൺട്രോൾ അവർക്ക് അത്ര രസിക്കുന്നില്ല. They supported the civil disobedience movement and gave financial assistance. അപ്പോൾ അവർ ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം വേഗം അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് ആവശ്യമില്ല ഇവരൊക്കെ പൈസക്കാരാണ്. അപ്പോൾ ആ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് എന്തെങ്കിലും ഫണ്ട്സൊക്കെ ആവശ്യം വരുമ്പോൾ ഇവരാണ് അത് കൊടുത്തിരുന്നത്. ഇവർ ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. They wanted trade and industry to flourish without British constraints. ഈ ബ്രിട്ടീഷിന് തടസ്സങ്ങളില്ലാതെ ട്രേഡൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ദേ ലോസ്റ്റ് ദിയർ എൻതൂസിയാസം. ഇപ്പോൾ ഇവരെ പ്രതീക്ഷിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇവരെന്തൊക്കെ ഉദ്ദേശിച്ചു, ഇങ്ങനെ ഈ ട്രേഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും മാറ്റർ വരും, പിന്നെ അതിന് ലോസ് എന്തെങ്കിലും മാറ്റം വരും, അതൊക്കെയാണ് ഇവർ പ്രതീക്ഷിച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്തത്. ബട്ട് ദെൻ ഇൻ ദാറ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നത്തിങ് കെയിം ഔട്ട്. സോ ദേ ലോസ്റ്റ് ദ ഫെയ്ത്ത് ഇൻ കോൺഗ്രസ്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഇവർ അത്ര അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് യു ഹാവ് ദ പുവർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഈ പുവർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്താണ്? ഈ റിച്ച് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്. അവർക്ക് എന്തൊക്കെ പ്രശ്നമാണ്? പൈസ ശരിക്കും കിട്ടുന്നില്ല, വർക്കിംഗ് കണ്ടീഷൻസ് ശരിയില്ല, വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്. അപ്പോൾ ഇവരുടെ പ്രോബ്ലംസ് എന്താണ്? അഗെയിൻസ്റ്റ് ദിസ് റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ അഗെയിൻ സെയിം കോൺഗ്രസ് ഇതിൽ എന്താക്കി? ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചില്ല, ബിക്കോസ് ദേ വർ ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രോം ദ റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ ഇറ്റ് വാസ് റിലക്റ്റൻറ്റ് ടു ഇൻക്ലൂഡ് ദം ആസ് എ പാർട്ട് ഓഫ് ദ സ്ട്രഗിൾ. Okay, the workers wanted better wages and better working conditions. As the workers' demands offended the industrialists, the Congress was reluctant to include them as part of the struggle. ഇങ്ങനെ ആയിട്ടും ചില വർക്കേഴ്സ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. However, some workers did participate in the civil disobedience movement. There were strikes by railway workers in 1930, dock workers in 1932. അങ്ങനെ കുറച്ച് സ്ഥലത്ത് അവർ സ്ട്രൈക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്കേഴ്സ് ഇൻ ഛോട്ടാ നാഗ്പൂർ ടിൻ മൈൻസ് also participated in protests and boycotted campaigns. അങ്ങനെ കുറച്ച് ലെവലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കൂടുതൽ ഇവരുടെ അടുത്തൊന്നും പാർട്ടിസിപ്പേഷൻ കിട്ടിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ സെക്കൻഡ് ടൈം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് അമർന്നു പോയത്? കൂടുതൽ സപ്പോർട്ട് കിട്ടാതായ കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് റോൾ ഓഫ് വുമൻ. അപ്പോൾ ഇതുവരെ എല്ലാത്തിലും വുമൻ ബാക്കിലുണ്ട്, പക്ഷെ അവരുടെ പേര് മുന്നിൽ വരുന്നില്ല എന്നുള്ളൂ. ലാർജ് സ്കെയിൽ വുമൻ പാർട്ടിസിപ്പേഷൻ വാസ് ദെയർ. ഇപ്പോൾ ഈ സോൾട്ട് ബ്രേക്കിംഗ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൽ ലാർജ് സ്കെയിൽ വുമൻ പാർട്ടിസിപ്പേറ്റഡ്. തൗസൻഡ്സ് ഓഫ് വുമൻ കെയിം ഔട്ട് ഓഫ് ദെയർ ഹോംസ് ടു ലിസൺ ടു ഗാന്ധിജി. ഗാന്ധിജീൻ്റെ ഐഡിയാസ് കേൾക്കാൻ കുറേ തൗസൻഡ്സിൻ്റെ കണക്കിൽ വുമൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊട്ടസ്റ്റ് മാർച്ചസ്, മാനുഫാക്ചർഡ് സോൾട്ട് ആൻഡ് പിക്കറ്റഡ് ഫോറിൻ ക്ലോത്ത് ആൻഡ് ലിക്കർ ഷോപ്സ്. മെനി വെൻ ടു ജയിൽ ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ വുമനും എല്ലാ പ്രൊട്ടസ്റ്റിലൊക്കെ മുന്നിലുണ്ട്. ബട്ട് ദെൻ ദ കോൺഗ്രസ് നെവർ ഗേവ് പൊസിഷൻ ടു ദ വുമൻ. ഓക്കെ, ഒരു പൊസിഷൻ എവിടെയും ഒരു സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനൊന്നും വുമനെ കൺസിഡർ ചെയ്തിട്ടില്ല. ബട്ട് ദെൻ ദെയർ സപ്പോർട്ട് ഹാസ് ഓൾവേസ് ബീൻ ദെയർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതായിരുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. So what all you can include, you can talk about when the both were started. Then you can say non-cooperation movement വന്ന് മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ് പീപ്പിൾ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് കണ്ടത് റിച്ച് പീപ്പിൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആയി ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ ദിസ് നൗ നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു സീ ഈസ് ദ ലിമിറ്റ്സ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ്. ഇപ്പോൾ ഈ സിവിൽ ഡിസോബീഡിയൻസിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെ ആയിരുന്നു? ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 2 കേസസ് ആണ് പഠിക്കാൻ പോകുന്നത്, ദലിത്സിൻ്റെ കേസും മുസ്ലിംസിൻ്റെ കേസും. ഓക്കെ, ഈ 2 കേസിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ലെറ്റ് us ഫസ്റ്റ് ടോക്ക് അബൌട്ട് ദ മുസ്ലിംസ്. ഓക്കെ, അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ കേസ് വന്ന് ഡ്യൂറിങ് ദ 1909 ഇറ്റ്സെൽഫ്, ആ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് കുറേ മുസ്ലിം പാർട്ടിസിപ്പേഷനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞത് ബ്രിട്ടീഷേഴ്സ് ചെയ്തത് ഡിവൈഡ് ആൻഡ് റൂൾ തന്നെ ആയിരുന്നു.
അപ്പോൾ ഇവർ എന്താക്കി, ഈ രണ്ട് പാർട്ടി തമ്മിൽ, അപ്പോൾ ഹിന്ദു മഹാസഭയും ഉണ്ട്, മുസ്ലിം ലീഗും ഉണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് വന്ന് നാഷണലിസ്റ്റ് പാർട്ടിയായിട്ട് വളർന്നു വരുമ്പം അപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടത് എന്തായിരുന്നു, ഈ കോൺഗ്രസ് പാർട്ടി വന്ന് കൂടുതൽ ഹിന്ദു മഹാസഭൻ്റെ ലീഡേഴ്സിലൂടെയും അവരുടെ ഐഡിയാസും അവരുടെ സപ്പോർട്ട് തേടിയാണ് പോയത്. അപ്പോൾ ഈ മുസ്ലിംസ് കൈൻഡ് ഓഫ് ഫെൽറ്റ് ഡീലിനേറ്റഡ് ഫ്രം ദം. ഓക്കെ, അപ്പോൾ ഈ മുസ്ലിംസിന് അത്ര ഉറപ്പില്ല. ഇപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ എത്ര സപ്പോർട്ട് അവർ ചെയ്തു, അത് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വരുമ്പോൾ അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്. ആ പേടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ഇൻ ദ 1909 കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷേഴ്സ് വന്ന് ഇന്ത്യൻസിന് കുറച്ച് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. അപ്പം മുസ്ലിംസ് നോക്കുകയാണെങ്കിൽ അവർ മൈനോറിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുറേ മുസ്ലിംസ് വന്ന് ബ്രിട്ടീഷേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു റെപ്രസെൻറ്റേഷൻ വേണം. ഇപ്പോൾ നിങ്ങൾ ജനറൽ ഇലക്ഷൻസ് നടത്തുകയാണെങ്കിൽ അതിൽ മുസ്ലിംസ് എലക്ട് ആവാനുള്ള സാധ്യതകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ കൂടുതൽ ഹിന്ദുസ് ആയിരിക്കും ആ അസംബ്ലിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ കോസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യൂല, നമ്മൾ ഓൾറെഡി മൈനോറിറ്റിയാണ്, നമ്മൾ ഫുൾ ഇല്ലാതായി പോകും. അപ്പോൾ യു ഷുഡ് ഗിവ് എ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷേഴ്സ് അതിനെ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ദേ ഗേവ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ടു ദ മുസ്ലിംസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിൻ്റെ അർത്ഥം എന്താണ്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കുറച്ച് ഫിക്സഡ് പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ആ പൊസിഷൻസിൽ മുസ്ലിംസ് മാത്രം വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലേ അവർക്ക് റീപ്രസെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. മെജോറിറ്റിയിൽ ഇപ്പോൾ 100 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു 4-5 സീറ്റിൽ മുസ്ലിംസ് മാത്രം വരാൻ പറ്റുള്ളൂ. ഈ മുസ്ലിംസിനെ ചൂസ് ചെയ്യുന്നത് റെസ്റ്റ് ഓഫ് ദ മൈനോറിറ്റി കമ്മിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ജനറൽ ഇലക്ഷൻ ആവില്ല. ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് മീൻസ് ഓൺലി മുസ്ലിംസ് ക്യാൻ വോട്ട് ആൻഡ് ദേ വിൽ സെലക്ട് ദർ മുസ്ലിം ലീഡർ. അതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്താലാണ് കുറച്ചെങ്കിലും റീപ്രസെൻറ്റേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ശരിക്കും എന്തായി, മുസ്ലിംസിന് വേറെ ഇലക്ടറേറ്റ് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ നാഷണലിസമിൻ്റെ സമയത്ത് ഈ 1928-27 ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് കൂടുതൽ ഹിന്ദു മഹാസഭൻ്റെ കൂടെ റിലൈ ചെയ്തപ്പം ഒരു സംശയം, ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിൻ്റെ ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കിട്ടോ ഇല്ലേ എന്ന് ഒരു വലിയ സംശയമായിരുന്നു. അപ്പോൾ അതിന് ശരിക്കും ബ്രിട്ടീഷേഴ്സ് അതൊരു തീയിൽ നെയ്യിട്ട് കൊടുക്കുന്ന പണിയാണ് ചെയ്തത്. ഓൾറെഡി ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് വെർ ഹാവിങ് സോ മെനി ക്ലാഷസ് ഡ്യൂറിങ് ദ ടൈം. ഓക്കെ, അപ്പോൾ തന്നെ റയറ്റ്സ് ഓൺ ദ ഈ ബ്രിട്ടീഷേഴ്സ് വന്ന് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് തമ്മിൽ ഫൈറ്റിങ്ങും റയറ്റ്സും സോ ദാറ്റ് ദേ ഫൊഗെറ്റ് അബൌട്ട് ദ നാഷണലിസം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ കുറേ അങ്ങനത്തെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷേഴ്സ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ മനസ്സിൽ ആ ഡൗട്ട് ഉണ്ട്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വിൽ വി ഹാവ് എ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഓർ നോട്ട്. അപ്പോൾ അവർ ഈ കോൺഗ്രസ്സിന് അത്ര സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നടത്താണെങ്കിൽ എല്ലാവരും ഒപ്പരം ഉണ്ടാവണ്ടേ. അപ്പോൾ ഒരു കുറേ നെഗോസിയേഷൻസ് ഒക്കെ നടന്നു. എല്ലാവരും പറഞ്ഞ് നമുക്ക് സംസാരിക്കാം ഒക്കെ. അപ്പോൾ മുസ്ലിംസ് ഓക്കെ ആയിരുന്നു, ഓക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ഇപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇല്ലെങ്കിലും ഒരു റിസർവേഷൻ സിസ്റ്റമെങ്കിലും ഉണ്ടാവണം. ഓക്കെ, മൈനോറിറ്റി റിസർവേഷൻ സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ഈ റിസർവേഷൻ സിസ്റ്റം എന്താണ്, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീൻ്റെ പൊസിഷൻസിൽ കുറച്ച് പൊസിഷൻസ് മുസ്ലിംസിന് തന്നെ ആയിരിക്കും. പക്ഷെ ആ പൊസിഷനിലേക്ക് വരാൻ പോണ മുസ്ലിമിന് ജനറൽ ഇലക്ഷൻസിലൂടെയാണ് തിരഞ്ഞെടുക്കുക. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഉണ്ടാവില്ല, ജനറൽ ഇലക്ഷൻസിലൂടെ മീൻസ് ഓൾ ക്യാൻ വോട്ട്. ഹിന്ദുസ്, മുസ്ലിംസ് ആൻഡ് എവറിബഡി ക്യാൻ വോട്ട് ആൻഡ് ടുഗെദർ ദേ വിൽ പിക്ക് അപ്പ് ദ റിപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ അത് ശരിക്കും ഒരു ഡൈല്യൂഷൻ ആയിപ്പോയി. അവർ വിചാരിക്കുന്ന മാതിരി അല്ലെങ്കിലും പക്ഷേ ശരി റിപ്രസെൻറ്റേഷനിൽ ഉണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലുണ്ട്. ഓക്കെ, ദേ മുസ്ലിംസ് വെർ നൗ റെഡി ടു നെഗോഷിയേറ്റ്. ബട്ട് ദെൻ ഇൻ 1928 there was a report where the M.R. Jayakar of the Hindu Mahasabha, he strongly opposed to compromise. അപ്പോൾ എന്തായി, മുസ്ലിംസ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ സ്ലോലി ദേ ഡീലിനേറ്റഡ് ആൻഡ് ദേ ഡിഡ് നോട്ട് സപ്പോർട്ട് ആസ് മച്ച്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് അത്ര സപ്പോർട്ട് അവർ കാണിച്ചിട്ടില്ല.
During 1909, the Muslims were given a separate electorate by the Britishers. This led to the formation of the Muslim League. During 1920s, the Congress came to be more visibly associated with the Hindu Mahasabha. This alienated the Muslims from the Congress, and they could not respond to the call for a united struggle. The Muslim leaders were concerned about their minority status that would be submerged under the domination of a Hindu majority. ഇപ്പോൾ ഈ മുസ്ലിം ലീഡേഴ്സ് ആരൊക്കെയാണ്? മുഹമ്മദ് അലി ജിന്ന, ദെൻ സർ മുഹമ്മദ് ഇക്ബാൽ, അവരൊക്കെ. സോ വാട്ട് ദേ തോട്ട്, ഇഫ് ഇങ്ങനത്തെ റിസർവേഷൻസ് ഇല്ലെങ്കിൽ കുറച്ച് 2-3 ഇലക്ഷൻസ് കഴിയുമ്പം മുസ്ലിം റീപ്രസെൻറ്റേഷൻ തീരെ ഇല്ലാതായിപ്പോവും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. അപ്പോൾ മുസ്ലിം റീപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷന് എങ്ങനെയാണ് മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലംസ് എങ്ങനെ, അവരുടെ കൾച്ചർ, അവരുടെ ഹെറിറ്റേജ് ഒക്കെ നഷ്ടപ്പെടും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഒരു നാഷണൽ സ്ട്രഗിളിൻ്റെ കാര്യം വന്നപ്പം കോൺഗ്രസ് അതിന് മുന്നേറിയപ്പം മുസ്ലിം ലീഗ് അതിന് വേണ്ടത്ര സപ്പോർട്ട് നൽകിയിട്ടില്ല. സോ ദിസ് വാസ് ദ കേസ് വിത്ത് ദ മുസ്ലിംസ്. നൗ ലെറ്റ് us see what was the case with the Dalits. അപ്പോൾ ആ സമയത്ത് തന്നെ, ആസ് വി സെഡ്, ഈ നാഷണലിസം വേറെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ ഈ കാസ്റ്റ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഇന്ത്യയിലുണ്ട്, അൺടച്ചബിലിറ്റി ഉണ്ട്. അത്രയും ഒരു ഇന്ത്യൻസ് തന്നെ തമ്മിൽ ഡിവൈഡഡ് ആയിരുന്നു. അപ്പോൾ like how you have your Hindus and Muslims fighting, same way you also had this Dalits and untouchables treated very badly by the very Indians. Okay, high caste Hindus treated them very badly. അപ്പോൾ ഗാന്ധിജി വാസ് വെരി മച്ച് അഗെയിൻസ്റ്റ് ദിസ്. ഗാന്ധിജി തോട്ട് ഈ 100 വർഷം വരെ നമ്മൾ ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്ത് പോയാലും ആസ് ലോങ് ആസ് അൺടച്ചബിലിറ്റി ഈസ് റിമൂവ്ഡ് വി ക്യാൻ നെവർ ഗെറ്റ് അവർ ഫ്രീഡം. അപ്പോൾ ഇങ്ങനെ അൺടച്ചബിലിറ്റിയും കൂടി കൊണ്ടുപോകാനെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്രീഡം കിട്ടാൻ പോകണില്ല. ദാറ്റ് വാസ് വാട്ട് ഗാന്ധിജി യൂസ് ടു ബിലീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ പക്ഷെ കോൺഗ്രസിൻ്റെ റോൾ നോക്കുകയാണെങ്കിൽ ദ കോൺഗ്രസ് ഹാഡ് ഇഗ്നോർഡ് ദ ദലിറ്റ്സ് ഫോർ ദ ഫിയർ ഓഫ് ഒഫൻഡിങ് ദ ഹൈ കാസ്റ്റ് ഹിന്ദുസ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ കുറേ സപ്പോർട്ട് ചെയ്തത് ഹൈ കാസ്റ്റ് ഹിന്ദുസ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ദലിറ്റ്സും വന്നാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വരും, പിന്നെ നമ്മൾ പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അത്ര ദലിറ്റ്സിൻ്റെ കേസ് മുന്നിൽ എപ്പോഴും കോൺഗ്രസ് വെച്ചിട്ടില്ല. The untouchables began to call themselves Dalit or oppressed classes. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ അൺടച്ചബിൾസും അവയർനെസ് വരുന്നുണ്ട്. അവരും ഒരു ഗ്രൂപ്പായി, വേറെ ഗ്രൂപ്പായിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഒക്കെ അവരുടെ തമ്മിലുണ്ട്. ആൻഡ് ദേ യൂസ് ടു കോൾ ദം ദലിറ്റ്സ്, call themselves as Dalits or the oppressed classes. Britishers used to call them the repressed classes. മഹാത്മാ ഗാന്ധി കോൾ ദം ഹരിജൻസ് ഓർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പോൾ മഹാത്മാഗാന്ധി അവരുടെ കോസ് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പുതിയ പേരൊക്കെ നൽകി. മഹാത്മാഗാന്ധി കോൾ ദം ഹരിജൻസ്. ഹരി മീൻസ് ഗോഡ്, അപ്പോൾ ജൻ മീൻസ് പീപ്പിൾ, അപ്പോൾ ഹരിജൻസ് മീൻസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹി ഓർഗനൈസ് സത്യാഗ്രഹ ടു സെക്യൂർ ദർ എൻട്രി ഇൻ ടു ടെമ്പിൾസ്, ആക്സസ് ടു പബ്ലിക് വെൽസ്, ടാങ്ക്സ്, റോഡ്സ് ആൻഡ് സ്കൂൾസ്. അപ്പോൾ ഗാന്ധിജി എന്താണ് ഈ സത്യാഗ്രഹം ഇവർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ തുടങ്ങി. അതിലെന്തൊക്കെയായിരുന്നു? അവർക്ക് ശരിക്കും ടെമ്പിൾസിലും ഓരോ കാര്യപ്പെട്ട സ്ഥലങ്ങളിലും എൻട്രി നിഷേധിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി അതിൻ്റെയൊക്കെ എതിരെ പറഞ്ഞ് സത്യാഗ്രഹമൊക്കെ തുടങ്ങി. അങ്ങനെ ചെയ്യരുത്, ദേ ആർ ഈക്വൽ, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാനുള്ള കുറേ സത്യാഗ്രഹങ്ങൾ ഗാന്ധിജി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൂടെ പക്ഷേ ഈ സമയത്ത് തന്നെ ഇവരും സ്വയം ഒരു ഗ്രൂപ്പായി ഒക്കെ മാറിയിട്ടുണ്ട്, ദലിറ്റ്സ്. Dr. B.R. Ambedkar organized the Dalits into the Depressed Classes Association. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവരൊരു ഗ്രൂപ്പായിട്ട് നടത്തി ഡോക്ടർ B.R. അംബേദ്കർ അവരെ ലീഡ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ഒരു ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി ഡിമാൻഡഡ് ഫോർ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ഫോർ ദ ദലിറ്റ്സ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഈ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്ന് കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഈ ഒപ്രസ്ഡ് ഗ്രൂപ്പ് അസോസിയേഷനെ റിപ്രസെൻറ്റ് ചെയ്ത് ഡോക്ടർ B.R. അംബേദ്കർ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ലണ്ടനിൽ പോയി ആ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഹി ഹാസ് പ്ലേസ്ഡ് ദ ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ഫോർ ദലിറ്റ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ മുസ്ലിംസിൻ്റെ കേസ് കണ്ട പോലെ തന്നെ B.R. അംബേദ്കർ ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റിൻ്റെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അതിലൂടെ എന്താണ് സെയിം, ഇഫ് ദർ ഈസ് സോ മെനി സീറ്റ്സ് അവൈലബിൾ ഇൻ ആൻ അസംബ്ലി, ഇത്ര സീറ്റ്സ് വിൽ റിപ്രസെൻറ്റ് ദ ദലിറ്റ്സ്.
ഓക്കെ ദലിത്തിൻ്റെ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്ത ആൾക്കാരായിരിക്കും ആ സീറ്റിലേക്ക് വരേണ്ടത്. ആൻഡ് ദേ ഷുഡ് ബി എലക്റ്റഡ് ബൈ ദ ദലിറ്റ്സ് ദംസെൽഫ്. ഒരു സെപ്പറേറ്റ് എലക്ടോറേറ്റ് ആണ്, അവർ തന്നെ എലക്ട് ചെയ്യണം ഈ ദലിറ്റ്സിന്. അതിനാ പറയുക സെപ്പറേറ്റ് എലക്ടോറേറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഡോക്ടർ BR അംബേദ്കർ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മഹാത്മാഗാന്ധി അറ്റൻഡ് ചെയ്യാൻ പോയല്ലോ. അപ്പോൾ അവിടെ ഈ ഫസ്റ്റ് BR അംബേദ്കറിൻ്റെ കേസിന് ബ്രിട്ടീഷേഴ്സ് എന്താക്കി, സമ്മതം നൽകി. ഓക്കെ, വി ഗിവ് യു സെപ്പറേറ്റ് എലക്ടോറേറ്റ് എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഗാന്ധിജി ഷോക്കായിപ്പോയി. ഹി വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദിസ്. ഗാന്ധിജി എന്താ വിചാരിച്ചത്, ഇപ്പോൾ നേരത്തെ ഈ മുസ്ലിംസിൻ്റെ കേസിൽ മുസ്ലിം എലക്ടോറേറ്റ് കൊടുത്തതിൻ്റെ ശേഷം ഈ ഹിന്ദുസും മുസ്ലിംസിലും ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഇല്ലാതെ അവർ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയല്ലോ. അതേപോലെ ഈ ദലിറ്റ്സ് ഇനി വേറെ ആയിപ്പോവും. ഇന്ത്യ ഇനി 3ആയി പിരിയാൻ പോകുന്നുണ്ട്. ഹിന്ദുസും മുസ്ലിംസും ആൻഡ് ദെൻ ദലിറ്റ്സ് വേറെ ആയി പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ നാഷണലിസമിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോവും. ആ പേടി ഗാന്ധിജി എന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി ശരിക്കും ഇതിനെ എതിർത്തു. ഹി വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദിസ് ആൻഡ് ഹി ബിഗാൻ എ fast unto death. ഓക്കെ, ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പറഞ്ഞു ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ദെൻ വെൻ ഹി കെയിം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ലേറ്റർ വെൻ ഹി വാസ് ഇൻ എ ജയിലിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ ബ്രിട്ടീഷേഴ്സ് സെപ്പറേറ്റ് എലക്ടോറേറ്റ് ഫോർ ദലിറ്റ്സിന് സമ്മതം പറയുന്നത്. അപ്പോൾ ഗാന്ധിജി ടുക്ക് ഫാസ്റ്റ്. ഹി സെഡ് ഓക്കെ, ഐ ഫാസ്റ്റ് അൺടിൽ ഡെത്ത്, ഇത് ക്യാൻസൽ ആക്കണം എന്ന്. അപ്പോൾ ഇത് ശരിക്കും ബ്രിട്ടീഷേഴ്സ് രസിക്കാൻ അഗെയിൻ ദർ ഇസ് ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ ഒരു കോമ ഇത്രയും മുന്നേറി വന്നിട്ട് പിന്നെ ഒരു കോമ വരികയാണ് അവിടെ. ബിക്കോസ് ഗാന്ധിജി ഇപ്പോൾ വേറെ ഇഷ്യൂക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വിട്ട് പോകണമെന്നല്ല പറയുന്നത്, ഈ സെപ്പറേറ്റ് എലക്ടറേറ്റ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ട് ഹീസ് ഫാസ്റ്റിംഗ്. അപ്പോൾ ശരിക്കും ഈ കുറേ ഹിന്ദുസൊക്കെ വന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി ഗാന്ധിജി ഇങ്ങനെ ഫാസ്റ്റ് ചെയ്ത, ഈവൻ ജവഹർലാൽ നെഹ്റു വരെ പറഞ്ഞ് ഈ സൈഡ് ഇഷ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രതികാരം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ. ബട്ട് ദെൻ BR അംബേദ്കർ വന്ന് നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടി, ഇനി എന്തിനാ അത് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ BR അംബേദ്കർ വാസ് ഓൾസോ അഗെയിൻസ്റ്റ്. ഈ ഗാന്ധിജി എന്തിനാ ഫാസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ അവകാശം ഇല്ലാതാക്കണേ. ഹി വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ഗാന്ധിജി. ഹി തോട്ട് ഇറ്റ് വാസ് എ ഫൗൾ പ്ലേ. ഗാന്ധിജി വാസ് ഡൂയിങ് എ ഫൗൾ പ്ലേ. ഗാന്ധിജി believed that separate electorates for Dalits would slow down the process of their integration into society. He fasted for 6 days, after which Ambedkar gave up and accepted Gandhiji's position. അപ്പോൾ ശരിക്കും അവിടെ അംബേദ്കറും ഗാന്ധിജീൻ്റെ തമ്മിലൊരു ക്ലാഷ് തന്നെ നടന്നിട്ടുണ്ട്. അത്രയും സീരിയസ് ക്ലാഷ് ആയിരുന്നു അത്. അംബേദ്കർ വന്ന് താന്ന് കൊടുക്കണില്ലായിരുന്നു. നോ, വി വോണ്ട് ദ സെപ്പറേറ്റ് എലക്ടറേറ്റ്, അതർവൈസ് നമ്മൾ സൊസൈറ്റിയിൽ റിപ്രസെൻറ്റ് ചെയ്യപ്പെടില്ല, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ ഇങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ അംബേദ്കർ ഫോർ ദ കോസ് ഓഫ് ദ ദലിത് ഹി വാസ് ഡൂയിങ് ഓൾ ദാറ്റ്. ബട്ട് ദെൻ ഗാന്ധിജി ഫോർ എ മേജർ കോസ്, ഫോർ ദ എൻറ്റയർ നേഷൻ്റെ കോസിന് വേണ്ടിയിട്ട് ഹി വാസ് അഗെയിൻസ്റ്റ് ദിസ്. അപ്പോൾ അംബേദ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ഗാന്ധിജി എന്താക്കി, ഹി വെൻറ്റ് ഇൻ ടു ഫാസ്റ്റിംഗ് ഫോർ 6 days ഹി ഫാസ്റ്റഡ്. അപ്പോൾ ഗാന്ധിജീൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമാവാൻ തുടങ്ങി, ബ്ലഡ് പ്രഷറൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റിൽ അംബേദ്കറിൻ്റെ മുന്നിൽ വേറെ ഒരു ചോയ്സ് ഇല്ല. സോ ഹി ഗേവ് അപ്പ് ആൻഡ് ഹി ആക്സെപ്റ്റഡ് ഗാന്ധിജീസ് പൊസിഷൻ. ഓക്കെ, സോ ദ പൂന പാക്ട് വാസ് സൈൻഡ് ഇൻ സെപ്റ്റംബർ 1932. അപ്പോൾ അവിടെ ഒരു പാക്ട് സൈൻ ചെയ്യപ്പെട്ടു. ദിസ് ടൈം ഗാന്ധിജി വാസ് ഇൻ ദ ജയിൽ ഓൺലി. ആ പാക്റ്റിൽ എന്തായിരുന്നു, ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സീറ്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ സെപ്പറേറ്റ് എലക്ടറേറ്റ് ഉണ്ടാവില്ല. അതിന് ഓക്കെ പറയുന്ന മാതിരി BR അംബേദ്കറും അതിലേക്ക് സൈൻ ചെയ്തു. ഓക്കെ, ഇറ്റ് ഗേവ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് റിസർവ്ഡ് സീറ്റ്സ് ഇൻ പ്രൊവിൻഷ്യൽ ആൻഡ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, ബട്ട് ദേ വെയർ ടു ബി വോട്ടഡ് ഇൻ ബൈ ദ ജനറൽ എലക്ടറേറ്റ്. അവർ ജനറൽ എലക്ടറേറ്റിൽ കൂടെയാണ് വോട്ട് ചെയ്യേണ്ടി. അതാണ് ഗാന്ധിജി കൊണ്ടുവന്ന റൂൾ. അപ്പോൾ ഇതിൽ ശരിക്കും ഇങ്ങനെ നടന്നപ്പോൾ എന്തായി, ഒരു കമ്പൽഷൻ്റെ അടിയിൽ വന്നിട്ടാണ് ഈ ദലിറ്റ്സ് ഇതിനൊക്കെ ഓക്കെ പറഞ്ഞത്. അപ്പോൾ അവർ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ അത്രയ്ക്കും ഇറങ്ങിയില്ല. അത്രയ്ക്കും they were apprehensive about it. Apprehensive means ഇത് എത്രത്തോളം അവർക്ക് ലാഭമാവും അവർക്കൊരു ഡൗട്ട് തന്നെ ആയിരുന്നു. അവർ അത്രയും ഒരു തുറന്ന അതിലേക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല. So I think we'll stop from here. Okay children, bye.